പല ആളുകളും ചോദിക്കാറുണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളത്. പലപ്പോഴും എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, കർത്താവിനോട് നമ്മൾ ആലോചന ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ തന്നെ താല്പര്യത്തിൽ എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെയൊക്കെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ ഒരു കോഴ്സ് ചേരുകയുണ്ടായി. ഒരു PG ഡിപ്ലോമ കോഴ്സ്. ഒരു വർഷം ഞാനത് പഠിച്ചു. അതിൻ്റെ പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി. അതിൻ്റെ ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാനായിട്ട് നെറ്റിൽ പരതിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ യൂണിവേഴ്സിറ്റിയുടെ ഈ PG ഡിപ്ലോമ കോഴ്സ് UGC അംഗീകൃതമല്ല. അതുകൊണ്ട് ആ കോഴ്സ് നിയമാനുസൃതമായൊരു കോഴ്സല്ല, വാലിഡായിട്ടുള്ള കോഴ്സല്ല. അതുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല എന്നുള്ള വാസ്തവം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. കർത്താവ് പലപ്പോഴും നമ്മൾ അവനോട് ആലോചന ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ സ്വപ്നവും വ്യക്തമായ പദ്ധതികളുമുണ്ട്. നമ്മൾ ആ പദ്ധതികൾ തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അഗസ്തീനോസ് പറയുന്നത് പോലെ, നിൻ്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ ദൈവിക പദ്ധതികൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റവും നന്മകൾ കടന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സങ്കീർത്തനം 32:8 നമ്മളിങ്ങനെയാണ് വായിക്കുക, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി പതിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പരിശോധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഹായം തേടുന്ന ഒരു മേഖലയാണ് കൺസൾട്ടൻസി എന്ന് പറയുന്ന മേഖല. എല്ലാ മേഖലയിലും ഇങ്ങനെ കൺസൾട്ടൻസ് ഉണ്ട്, ഉപദേശം തേടുന്ന ആളുകൾ. ഇവിടെ ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവം തന്നെ നമ്മളെ നിരീക്ഷിച്ച് വ്യക്തമായ ഉപദേശങ്ങൾ നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക. അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിച്ച് നമുക്ക് സമയം കളയാതെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ പദ്ധതികളെല്ലാം മാറ്റിവെച്ച് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുക എന്നതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രയത്നവും നമ്മുടെ ഏറ്റവും വലിയ ആശയം.